അസ്സലാമു അലൈക്കും. സഫർ റൂട്ട് ചാനൽ ഇന്ന് എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഏറ്റവും വലിയ ഒരു ജുമാ മസ്ജിദ്, അവിടുത്തെ ഒരു വൈകുന്നേരത്തെ നോമ്പുതുറ വിശേഷങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ്. അതായത് നോമ്പുതുറയുടെ തൊട്ടു മുമ്പ് അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോൾ എത്തുന്ന സമയത്ത് തന്നെ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ അവിടുത്തെ ഒരു നസിയത്തിൻ്റെ ചെറിയ ഒരു ക്ലാസ്, അത് കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത്. ആ ദിവസം ഫുള്ളായിട്ടുള്ളതല്ല ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ വന്ന് കയറുമ്പം കാണുന്ന ആ പള്ളിയുടെ രംഗം. ഒരുപാട് ആളുകൾ ആ മുറ്റം നിറയെ നോമ്പുതുറ ആവശ്യാർത്ഥവും മറ്റു പല ആവശ്യങ്ങൾക്കും ആ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വൈകുന്നേരം അസ്ർ സമയമായപ്പോഴേക്ക് തന്നെ ഏകദേശം പള്ളിയും പള്ളിയുടെ പരിസരവും ഏകദേശം ജനനിബിഡമായി തുടങ്ങി. പള്ളിയുടെ ലൈറ്റുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കത്തി തുടങ്ങുന്നതായിട്ട് നമുക്ക് ഈ ലോങ് കാഴ്ചയിൽ തന്നെ കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പള്ളിയിൽ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു രംഗം ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ പള്ളി നിൽക്കുന്ന ഈ പരിസരം, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനും മനസ്സിനും ഒരു പ്രത്യേക കുളിർമയേകുന്ന, ഒരു പച്ചപ്പ് നിറഞ്ഞ, ഒരു പ്രകൃതി രമണീയമായ, അതായത് മഹനീയമായി അലങ്കരിച്ച ഒരു സ്ഥലം. പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഈ കാണുന്ന ഈ ഒരു വത്തക്കത്തോട്ടം, അതായത് നോമ്പു തുറക്കാവശ്യമായ വത്തക്കകളും മറ്റും, അതുപോലെ തന്നെ പള്ളിയിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ രംഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ അപ്പോഴും ഒരു പ്രസംഗവും ചെറിയ ഒരു പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഒരു ചോദിച്ചു, ഉസ്താദേ, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായിരുന്നത്? നല്ല ചോദ്യമാണ്, സാധാരണ വരുന്നൊരു ചോദ്യമാണല്ലോ. ഞാൻ പറഞ്ഞു, മോനെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആദ്യം ഉണ്ടാവണം, നിങ്ങൾ എന്തായാലും ബോധ്യമായതുകൊണ്ടല്ലേ ഈ ചോദ്യം വരുന്നത്. മുട്ടയാണോ കോഴിയാണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ, രണ്ടിലേതെങ്കിലും ഒന്ന് ആദ്യം ഉണ്ടാവണം എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുണ്ടാക്കിയത് ആരായിരിക്കും? അപ്പൊ ഏതോ ഒന്ന് തുടക്കത്തിൽ ഉണ്ടാവണം, ഒരു ഫസ്റ്റ് കോഴ്സ് ഉണ്ടാവണം. വേറൊരു +2 സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓന് ഇരിക്കുന്ന ഒരു കസാര. ഞാൻ ചോദിച്ചു, കസാര എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇന്ന മെറ്റീരിയൽ നിന്നുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ ഉണ്ടായത് അത് ഇന്നയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് പോയിന്റ് വേണം. അതെങ്ങനെയാവാന്ന് ചോദിച്ചു. അത് നമ്മൾ പിന്നീട് പറയാം. പക്ഷേ അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് വേണം എന്നുള്ളതിന് വലിയ ബുദ്ധിയൊന്നും. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പ്രസംഗം മുഴുവൻ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഏതായാലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പള്ളിയുടെ മുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നോമ്പ് തുറക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളും അതിന് വേണ്ട ഒരുക്കങ്ങളിലുമാണ്. എല്ലാവരും ഒരു ഭാഗത്ത് വാഹനങ്ങളിൽ ഭക്ഷണം കൊണ്ട് വന്ന് ഇറക്കുന്നു, മറുഭാഗത്ത് അതിനുള്ള വെള്ളങ്ങളും മറ്റും സെറ്റിൽ ചെയ്യുന്നു. അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ഉസ്താദുമാർ വരെ സജീവമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ വെള്ളങ്ങളുമായിട്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നു. മറ്റു ചില യുവാക്കൾ പ്ലേറ്റുകൾ ഒരു ഭാഗത്ത് കൊണ്ടുവെക്കുന്നു. പ്ലേറ്റിൻ്റെ ആ അട്ടി കണ്ടില്ല നിങ്ങൾ? ആയിരക്കണക്കിന് പ്ലേറ്റ് ഇങ്ങനെ അട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ സമയമില്ലാത്ത കോലത്തിലാണ്. അത്രയും പ്രവർത്തന സജ്ജമാണ് ഇവിടെ. അതായത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലേ, ഒരു ഭാഗത്ത് വെള്ളം കൊണ്ടുവെക്കുന്നു, ഒരു ഭാഗത്ത് ഭക്ഷണം കൊണ്ടുവെക്കുന്നു, മറുഭാഗത്ത് ചെറിയ ജ്യൂസ് കൊണ്ടുവെക്കുന്നു. ഇങ്ങനെയൊക്കെ പല പരിപാടികൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ ഏകദേശമൊക്കെ എല്ലാ സ്ഥലത്തും ഭക്ഷണം ഇങ്ങനെ ഒരു തളികയിൽ ഭക്ഷണവും 5 ഗ്ലാസും ഒരു ജഗ്ഗ് വെള്ളവും അവിടെ കൊണ്ടുവച്ച്, അതായത് ആ ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു ജ്യൂസ് ഉണ്ടാകും. ഒരു വലിയ കനമില്ലാത്ത ഒരു ജ്യൂസ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ, 1000 എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3000-ൽ കുറയാത്ത ആളുകൾ അവിടെ പതിവായിട്ടുണ്ട്. ചില ഞായറാഴ്ചകളിൽ അവിടെ 5000-ൻ്റെ മുകളിൽ ആളുകളുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിലും ലീവുള്ള ദിവസങ്ങളിലും അത് 5000-ൻ്റെ മുകളിൽ 6000 കടക്കും. കാരണം അത് നമുക്ക് പള്ളിയിലെ നിസ്കാരത്തിൻ്റെ സെഫ് കണ്ടാൽ നമുക്ക് അറിയാവുന്നതാണ്. കാരണം അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ അവരുടെ ആ ഭക്ഷണങ്ങളൊക്കെ തളികയിലൊക്കെ ആക്കി അവരിങ്ങനെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഒരു ഭാഗത്ത് കൊണ്ടുവെക്കുന്നു. ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ. ആ കാണുന്ന റൗണ്ട് ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു മെഹ്റാബാണ്. അതായത് ഈ മിംബ്രയിൽ കയറിയിട്ട് അവിടുന്ന് ഒരു പ്രസംഗം നടക്കും.
ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ലൊരു പ്രസംഗം ഉണ്ടാവും. അതായത് ആർക്കും മനസ്സിലേക്ക് അങ്ങോട്ട് കയറുന്ന ഒരു സമയമാണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ നല്ലൊരു പ്രസംഗം അവരിങ്ങനെ കേൾക്കാം. റബ്ബിനോട് പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമാറ് നമ്മുടെ സമയം നല്ല വഴികളിൽ തന്നെ ചെലവഴിക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറെ സമയം റീലിലായും വാട്സപ്പിലായും റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിലേക്ക് നമ്മുടെ കണ്ണും കാതും അവയവങ്ങളും ചെലവഴിച്ചു കൊണ്ടായി പോകരുത്. ജീവിതത്തിൽ റബ്ബ് പൊരുത്തപ്പെടാത്ത അങ്ങനെ ആ പ്രസംഗങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനിടയിലൂടെ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കുത്തൊയ്ക്കാണ്. അതായത് ഒറ്റ വരവുകളല്ല, ആ വരുന്ന ആ വരിയുണ്ടല്ലോ, ആ ലൈന് ഇങ്ങനെ പള്ളിയെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നടന്ന് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് പള്ളി ഏകദേശമൊക്കെ നടക്കേണ്ടി വരും. അപ്പം നല്ല അച്ചടക്കത്തിൽ, നല്ല ആ ഒരു ഭംഗിയിൽ, അതിൻ്റെ എല്ലാ ഭംഗിയും ചൊരാത്ത വിധത്തിൽ ജനങ്ങൾ എല്ലാവരും സെഫ് കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ സെൻറ്ററിലൂടെ അവരിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഇങ്ങനെ കടന്ന് വന്നിട്ട് ഓരോ തട്ടുകളുടെ അടുത്തും 5 പേര് അടങ്ങുന്ന ഒരു സംഘം അല്ലേ, 4 ഗ്ലാസും 5 ഗ്ലാസും പിന്നെ നല്ല, ഞാൻ കണ്ട സമയത്ത് ഞാൻ ഏകദേശം ഒരു 10 ദിവസം പോലും അവിടെ നോമ്പ് പിറന്നിട്ടുണ്ട്. മന്തിയുണ്ട്, അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഓരോ ഭക്ഷണം, നമുക്ക് ഇതിൻ്റെ പേരുകളൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും മോശമില്ലാത്ത കോലത്തിൽ ഞാൻ ഈ വീഡിയോയിൽ അവിടുത്തെ തറാവീഹ് കഴിഞ്ഞ് അവിടുത്തെ കഞ്ഞി വിതരണവും കഴിഞ്ഞ് പോരുന്നത് വരെ, അതായത് അവിടെ ഇത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തറാവീഹും അതിൻ്റെ ചുമതലകളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല ഒരു മൗലൂദ്, ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മാണിക്കക്കല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആ ഒരു മൗലൂദും കഴിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങിയ ആളുകൾക്ക് കഞ്ഞി വിതരണം വരെ കഴിയുന്ന രംഗം, ആ പള്ളി പൂട്ടുന്നത് വരെ ഞാനതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഒരു ദിവസത്തെ ശ്രദ്ധ, ഒരു 10 ദിവസം പോലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിൽ പല ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഉണ്ടായതും മഴ പെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത്, ആ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ പള്ളിയുടെ അകത്ത് കുറച്ചൊരു അകത്തപ്പള്ളി, താഴെ തന്നെ പിന്നെ ഒളു എടുത്ത് കയറുന്നിടത്തൊരു പള്ളീൻ്റെ സൗകര്യമുണ്ട്. അവിടെ അവർ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വീഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. വീഡിയോ ലെങ്ത്ത് പോകേണ്ട വെച്ചിട്ട് ചേർത്താതിരുന്നതാണ്. അപ്പോൾ അവിടെ സജ്ജീകരണം ചെയ്തു. അതുപോലെ തന്നെ പള്ളിയുടെ വരാന്തകളിൽ സൗകര്യം ചെയ്തു. ഇനിയും ആളുകൾ കൂടുകയാണ് എങ്കിൽ അവർ പള്ളിയുടെ പുറത്ത് അടിയിൽ നമ്മളെ സൂക്കൊക്കെ വരുന്ന ഏരിയകളുണ്ടല്ലോ, അവിടെയെല്ലാം സജ്ജീകരണം ചെയ്യുക. ഏതായാലും എത്ര ആളുകൾ വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സെറ്റപ്പും അതിനുള്ള സൗകര്യങ്ങളും മഴയും വെയിലും കൊള്ളാത്ത രൂപത്തിൽ ചെയ്യാനുള്ളതും ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിതരണം ചെയ്ത് ബാങ്കിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ ബാങ്കിനെ പ്രതീക്ഷിച്ചിട്ട് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഗ്രൗണ്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഒഴുകി വന്ന് പള്ളിയുടെ ഓരോ ഭാഗത്തും ഓരോ ഗേറ്റുകളുണ്ട്. 4 ഗേറ്റുകളുണ്ട്. അതിൽ മക്ക ഗേറ്റിൻ്റെ ഭാഗത്തിന് ഇങ്ങോട്ട് തുടങ്ങി മദീന ഗേറ്റ് വരെ ഏകദേശമൊക്കെ ടൈറ്റായി വന്നു ആളുകളിപ്പം അല്ലേ. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം നിറഞ്ഞ് അതുപോലെ വടക്ക് ഭാഗത്തേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗം നിറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളായി. അങ്ങനെ നോമ്പുതുറ കഴിഞ്ഞു. നോമ്പുതുറയുടെ രംഗം ഞാൻ ഇതിൽ, നോമ്പുതുറ കഴിഞ്ഞു, എല്ലാവരും എണീറ്റ് നിസ്കാരത്തിന് വേണ്ടി മഗ്‌രിബ് നിസ്കാരത്തിലേക്ക് ഒരുങ്ങിയിട്ടുള്ള യാത്രയാണ്. പ്ലേറ്റുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെയായി ഒറ്റയിട്ട 1-2 പ്ലേറ്റുകളിൽ കുറച്ച് ബാലൻസ് കാണുന്നുണ്ട്. അതും ആ പള്ളിയുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്നതല്ല. നോമ്പ് തുറക്കാൻ വരുന്നവർ ശ്രദ്ധിക്കുക, ഭക്ഷണം പാഴാക്കരുതെന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഏതായാലും അവിടെ ഭക്ഷണം കഴിച്ച തളികകളൊക്കെ കാണുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അതിൽ ഒരു വറ്റുപോലും ഇല്ലാത്ത കോലത്തിൽ പള്ളിയുടെ മുറ്റത്തൊക്കെ ലൈറ്റുകളും അരേഞ്ച്മെൻറ്റുകളൊക്കെ കത്തി തുടങ്ങി. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമായി. എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വുളു എടുത്ത് കയറുന്ന തിരക്കിലാണ് ഇവിടെ ഇപ്പം ഉള്ളത്. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി കയറുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പള്ളിയുടെ മുറ്റങ്ങളൊക്കെ ഇതുവരെ തിരക്കായിരുന്ന മുറ്റം ഇപ്പോൾ ഒക്കെ കാലിയായി. എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞു അല്ലേ. പള്ളിയിലേക്ക് എല്ലാവരും ഒഴുകി. ഇനി പള്ളിയിലെ തിരക്കാണ് നമുക്ക് കാണാനുള്ളത്. അതായത് പള്ളിയുടെ ഉള്ളിൽ ഈ മഗ്‌രിബ് നിസ്കാരത്തിന് ഈ കൂടിയ ആളുകൾ എത്രയുണ്ട് എന്ന് നമുക്ക് ആ പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാകും. കാരണം ആ ഒരു ട്രിപ്പിൽ പള്ളിയിൽ കൊള്ളാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പള്ളി ഇങ്ങോട്ട് നിറഞ്ഞൊഴുകും. അത്ര വലിയ പള്ളി. ആ പള്ളി പോയി കണ്ടവർക്ക് അറിയാൻ കഴിയും. ആ പള്ളി നിറഞ്ഞൊഴുകുന്നൊരു രംഗം അല്ലേ. ഇതാണ് അവിടെ നിസ്കാരം നടക്കുക.
അങ്ങനെ നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് ജനങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എപ്പോഴും ഇവിടെ വർക്ക് നടക്കുകയാണ്. ഒരു ഭാഗം ഒരു പറ്റം ആളുകൾ അത് വൃത്തിയാക്കുന്ന ചുമതലയിലേക്ക് ഇറങ്ങി അല്ലേ. അതിനുള്ള ആളുകൾ വളണ്ടിയേഴ്സിന് പ്രത്യേകം തയ്യാറാക്കി വെച്ച ആളുകളുണ്ട്. അത് വൃത്തിയാക്കുന്ന ആളുകൾ അവർ അതിൻ്റെ രംഗത്തിറങ്ങി ഒരു ഭാഗം വൃത്തിയാക്കി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്ന് നോമ്പ് തുറക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ ഇവിടെ നിസ്കാരത്തിന് തറാവീന് കൂടേണ്ടവർ അവിടെ പള്ളിൻ്റെ ഉള്ളിലിരുന്നു. അത് കഴിഞ്ഞ് കുറേ ആളുകൾ വാഹനമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് യാത്രയായി. അപ്പോഴും നമ്മൾ ഭക്ഷിച്ച പ്ലേറ്റുകളും സാധനങ്ങളൊക്കെ എടുത്ത് ഒരു തലക്കന്നെ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേക ക്ലീനിങ് തൊഴിലാളികളെ അവർ പള്ളിയുടെ കീഴിൽ തന്നെ അവിടെ കാണുന്നുണ്ട്. ഒരുപാട് യുവാക്കളുണ്ട്. അവർ അതിൽ പ്രത്യേക എക്സ്പോർട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇതെന്ത് ചെയ്യണം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ജനങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ. അവരാ ചെയ്യുന്ന രൂപം നമുക്ക് കണ്ടാൽ അറിയാൻ കഴിയും. കാരണം ഒരു തലക്കന്നെ ഇങ്ങനെ ഒരു ട്രോളിയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുവെക്കുന്നു. അവിടുന്ന് വേറൊരു ടീം ക്ലീൻ ചെയ്യുന്നു. കാരണം വേറൊരു ടീം പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെക്കുന്നു, ഒരു ടീം ജഗ് ക്ലീൻ ചെയ്ത് വെക്കുന്നു, ഒരു ടീം ഗ്ലാസ് ക്ലീൻ ചെയ്ത് വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുറ്റം അതായത് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി ലെവലാക്കി വെച്ചിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞ് പിന്നെ തറാവിയിലേക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഇനി ഒരുങ്ങി യാത്ര ചെയ്ത് ആ സമയത്ത് അവിടെ കഞ്ഞിയൊക്കെ എത്തി. മുറ്റത്ത് കഞ്ഞി കൊണ്ടുവന്ന് ഇറക്കുന്നതല്ലേ, വാഹനത്തിൽ കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് തറാവീൻ്റെ ശേഷം കുടിക്കാനുള്ള നല്ലൊരു ചീരാകഞ്ഞി. അങ്ങനെ തറാവിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ തറാവീന് വേണ്ടിയിട്ട് എല്ലാവരും പള്ളിയിലേക്ക് പോയി. ഇനി തറാവി നിസ്കാരത്തിൻ്റെ ആ ഒരു രംഗം നമുക്ക് അവിടെ കാണാവുന്നതാണ്. തറാവി നിസ്കാരവും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നല്ലൊരു മൗലൂദും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഖുർആൻ കംപ്ലീറ്റ് ഖത്തം ഓതി തീർത്തുകൊണ്ടാണ് തറാവി നിസ്കരിക്കുന്നത്. തറാവി കഴിഞ്ഞ് ഇനി മൗലൂദിലേക്ക് കിടക്കുന്ന രംഗം നമുക്ക് കാണാം. അങ്ങനെ മൗലൂദ് കഴിഞ്ഞ് പള്ളി അടക്കാനുള്ള ഒരു രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ പള്ളിയിൽ ഒരു ജോലിക്കാരനായിട്ട് വന്നതാണ്. പള്ളിയിലെ ഒരു ചെറിയ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ പള്ളിയിലെ ലൈറ്റ് അണയുന്ന ഫോട്ടോ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ലൈറ്റ് അണഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പള്ളീൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഞങ്ങൾക്കുണ്ടായിരുന്നു. സെക്യൂരിറ്റി തന്നെയുള്ള യാത്രയാണ്. അപ്പോൾ ആ സമയത്ത് പള്ളിയുടെ ഉള്ളിൽ എന്നിട്ടും ആളൊഴിഞ്ഞിട്ടില്ല. പള്ളിയുടെ അവിടെ ഇവിടെയായി ഇരുട്ടത്ത് കുറേ വെള്ള വസ്ത്രധാരികൾ ഇഹ്തികാഫിൻ്റെ നെയ്യത്തിലിരുന്നിട്ട് ഇബാദത്ത് ചെയ്യുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. കാരണം പള്ളി കംപ്ലീറ്റ് പൂട്ടിയിട്ടുണ്ട്, എന്നിട്ടും അവരതിന് പോയിട്ടില്ല. ഉള്ളിലിരുന്നിട്ട് അവരങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രി 2:30-3 മണി വരെ ഞങ്ങൾ ആ പള്ളീൻ്റെ മുകളിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ ടൈമിന് ജോലി കഴിഞ്ഞ് ഞങ്ങൾ കീപ്പോട്ട് ഇറങ്ങുമ്പം ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു വെള്ള വസ്ത്രം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നോക്കുമ്പം അതൊക്കെ ഇഹ്തികാഫിൻ്റെ നെയ്യത്തിലിരുന്നിട്ട് ഖുർആൻ ഓതുകയും മറ്റു അമലുകളിലും ഏർപ്പെട്ടിരിക്കുന്ന കുറേ നല്ല മനുഷ്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ ആ സമയത്തും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ സമയം ഏതാണ് ആലോചിക്കണം, അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് അവരിയ്ക്കുന്നത്. തറാവീഹും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരെ ശരീരത്തിനുള്ള ക്ഷീണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് ഈ പള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് വേണ്ട കഞ്ഞും സൗകര്യവും ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതെല്ലാം കഴിച്ച് അവിടെ ഇഹ്തികാഫിൻ്റെ നെയ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കണമെന്ന് കരുതിയിരുന്നു. പിന്നെ എൻ്റെ മനസ്സിന് തോന്നി അതൊരു ശരിയല്ല. കാരണം അവർ ഇരുട്ടത്തിരുന്ന് ആരും കാണാതെ, നമ്മളെപ്പോലത്തെ ആരും കാണാതെ ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മൾ പുറത്തേക്ക് വീഡിയോ എടുത്തിറക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ കാഴ്ചയിൽ കണ്ടത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച്. വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന രൂപത്തിലുള്ള നോമ്പ് സൽക്കാരവും അത്രയും ആളുകളും അത്രയും വിപുലീകരിച്ച രൂപത്തിൽ ഒരു പള്ളിയും മറ്റും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് സന്ദർശിച്ച് അവിടുത്തെ ആ ഒരു അനുഭവം, അതായത് ഒരു ദിവസത്തെ അസ്റിന് ശേഷം ഇശാ നിസ്കാരവും തറാവിയും കഴിഞ്ഞത് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതവിടെ പതിവായി നടക്കുകയാണ്. അപ്പോൾ ഇത് ചലിപ്പിക്കുന്ന അവർക്ക് എത്രത്തോളം ഇതിന് അവർ എഫേർട്ട് എടുക്കുന്നുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം.
കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇവർ നടത്തുന്നത്. കാരണം ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ട ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 3000 ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിന് കുറവ് ഏതായാലും ഉണ്ടാവില്ല, അതിന് മുകളിലേക്കല്ലാതെ. അത്ര ആളുകളെ ഈ ഒരു കുറച്ച് സമയത്തിന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത് സ്ഥിരമായിട്ട് അവിടെ നടന്നു പോവുകയാണല്ലോ. ഇവിടെ ബദറുൽ കുബ്ര എന്നൊരു പരിപാടി റമദാൻ 16 അന്ന് ഇവിടെ നടന്നു. വലിയ വിപുലീകരിച്ച പരിപാടി, 313 ആടുകളെ വെച്ചിട്ട് ശുഹദാക്കളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി, ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുന്ന ആ പരിപാടി ഇവിടെ നടന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വലിയ വിപുലീകരിച്ച പരിപാടി തന്നെ. ഏതായാലും ഇത്ര വലിയ പരിപാടികളും അത്ര വലിയ സെറ്റപ്പുകളൊക്കെ നടത്തുന്ന ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയും വലിയ വലിയ ഉയർച്ചയിൽ ഇതെത്തിക്കുവാൻ കൈമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതിനൊക്കെ